നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി പണിയൊക്കെ ചെയ്തിട്ട് എന്നെ കോളേജിലേക്ക് വരുത്തല്ലെന്ന്. ഇടി മാന്യമായ വല്ല പൊരുത്തക്കേടുകൾ ചെയ്യടി. ഇതിപ്പോൾ സാറിന്റെ മുന്നിലേക്ക് വരാൻ തന്നെ നാണക്കേടാകുന്നു. ഇതാരുടെ കാറാ? ഏതാ? റെഡ്. അത് കിഷോർ സാറിന്റെ. ഓ, ഇപ്പൊ ഓർമ്മ വന്നു. എന്റെ പുതിയ കാറിനിട്ട് വന്ന് ഇടിച്ചത് ഈ കാറാണ്. നഷ്ടപരിഹാരം തരാതെ പോയി. എന്നിട്ട് ആണോ? എന്നാ ചോദിക്കാം. പക്ഷെ നിന്റെ സാറല്ല ഇടിച്ചത്, ഒരു പെണ്ണാ. അങ്ങനെ സിസ്റ്റർ ഉണ്ട്, ചിലപ്പോ അവളായിരിക്കും. നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? അങ്ങേര് അവള് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? റെസ്പെക്റ്റോടെ സംസാരിക്കടി. റെസ്പെക്ട് കൊടുക്കേണ്ടവർക്കാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. നീ എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാറായിട്ടുണ്ട്. കിഷോർ സാറിന്റെ സിസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ടോ നിന്റെ കയ്യിൽ? ഫോട്ടോ ഒന്നുമല്ല, വാട്സാപ്പിൽ ഡി പി നോക്കാം. എങ്ങാനും സിസ്റ്ററിനോടുള്ള സ്നേഹം കൊണ്ട് ഡി പി ഇട്ടിട്ടുണ്ടെങ്കിലോ? നോക്ക്. ഉണ്ട് വേണ്ടേ? ഇറങ്ങ, പ്രിൻസിപ്പളിനെ കാണാം. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് സൂര്യ. ചേട്ടനാണോ വന്നേ? താര പാരൻസ് അവിടെ? അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ട് കാര്യമില്ല ആന്റി, അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ആ സാറിന്റെ മുന്നിൽ വെച്ച് ബുക്കിട്ട് 2 എണ്ണം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, ചേട്ടൻ എന്നെ നാണം കെടുത്താനാണോ വന്നേ? ദേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ഞാൻ ജീവിച്ചിരിക്കില്ല കേട്ടോ. മേ കം ഇൻ മാം? യെസ്. കിഷോർ സാർ, ഇത് താരയുടെ ബിഗ് ബ്രദർ ആണ്. ഐ നോ മാം, ഒരു തവണ വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു. സാർ, താരയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. സാറിനെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഞാൻ ഉറപ്പ് തരുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ നീ പിന്നെ ഇവിടെ പഠിക്കില്ല താര. സാറിനോട് സോറി പറ. സോറി. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറ. പറയാൻ. സോറി സാർ, ഇനി ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ആന്റി ബൈ. താര ക്ലാസ്സിലേക്ക് വെക്കോ? സാറും വെക്കോ? അവിടെ ഒന്ന് നിന്ന്. നിന്റെ വായിൽ നിന്ന് ഒരു സോറി കേൾക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതിയിട്ടേ ഇല്ല. നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാല്ലേ? ഞാൻ ശരിക്കും സാറിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സാർ എന്നോട് ക്ഷമിച്ചോ ശരിക്കും? കുഴപ്പമില്ല, നീ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. പൊയ്ക്കോളാം. ഇനി എങ്ങാനും ഇവിടെ നന്നായോ? എടി, താര ക്ലാസ്സിൽ നിന്ന് എനിക്ക് പോകാൻ സമയമായല്ലോ. ഇവളെന്താ പോകാത്തെ? സാർ, പോകാൻ സമയമായി. എന്താ? എനിക്ക് ഡൗട്ടുണ്ട്. ഡൗട്ടോ? ഒരു കാക്ക വല്ലതും മലന്ന് പറക്കാൻ തുടങ്ങിയോ? ഭൂമി തലകീഴായി മറിഞ്ഞോ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? നീ നന്നായോ? യെസ്. ഇനി താരാത് വളരെ നല്ല കുട്ടിയാണ്. ഒതുക്കവും അച്ചടക്കവും ഉള്ളൊരു നല്ല കുട്ടി. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറ, നീ ഞങ്ങളെ ഏപ്രിൽ ഫൂൾ ആക്കിയതല്ലേ? ഏപ്രിൽ ഫൂൾ അത് കഴിഞ്ഞില്ലേ? നീ സത്യം പറഞ്ഞതാ. ഞാൻ നന്നായി. ഇനി ഒരു താൻ തോന്നിയ തരത്തിലും ഞാനില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. ഗുഡ് മോർണിംഗ് മിസ്. എടി, ആ തള്ളയ്ക്ക് നിന്നെ കണ്ണെടുത്ത കണ്ടുടന്നറിയാലോ. പിന്നെ എന്തിനാ ഗ്രീറ്റ് ചെയ്യാൻ പോയേ? വെറുതെ വാ, മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞു.
ഇവളുടെ തലക്കടി കിട്ടിയെന്നാ തോന്നുന്നു. അതല്ല, പ്രിൻസിപ്പൽ മാമിന് ചേട്ടൻ കാണാൻ വന്നില്ലേ, അപ്പൊ എന്തോ സംഭവിച്ചു, അതാ നന്നാവാൻ തീരുമാനിച്ചത്. വരുന്നില്ലേ നിങ്ങൾ? ദേ വന്നു. നീ ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നമാകുമോ? ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. താങ്ക് യു. എന്തിനാടി? ഇന്നലെ നീ എനിക്ക് കോഫിയൊക്കെ മേടിച്ച് തന്നിട്ടല്ലേ പോയത്? ആര്? ഞാനോ? എപ്പോ? അപ്പൊ നീ അല്ലേ? ഞാനൊന്നും അല്ല. ചേടാ, ഞാനല്ലാതെ നിന്നെ കെയർ ചെയ്യാൻ വേറെ ആണോ? ഇന്നതാരാണെന്ന് അറിയണമല്ലോ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആദിസാറുണ്ടായിരുന്നു, പിന്നെ റാമും. എങ്കിൽ ഉറപ്പിച്ചോ, റാമായിരിക്കും. അവന് നിന്നോട് ഇപ്പോഴും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും അവന് ഇഷ്ടമല്ല. എങ്കിൽ പിന്നെ ആദിസാറായിരിക്കും. ആദിസാറ് കുറച്ച് സൈലന്റ് ആണെങ്കിലും ഭയങ്കര പവർഫുള്ളാ. എന്റെ പൊന്നെന്തോ 1% പോലും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലേ. ഓ ശരി, ഞാൻ എന്നാ പോവാണേ. ലഞ്ച് ടൈമിൽ കാണാം. ചാച്ചാ. എന്നാലും ആരായിരിക്കും എനിക്ക് കോഫിയൊക്കെ തരാൻ പറഞ്ഞത്? എവിടെ പോയി നീ? നിന്റെ വർക്ക് കഴിഞ്ഞോ? ഞാനൊരു കോൾ ചെയ്യാൻ പോയതാ. എന്റെ വർക്ക് കഴിഞ്ഞില്ല, ഇപ്പൊ കഴിഞ്ഞു. എന്നാ വർക്ക് ചെയ്യും. ചേട്ടാ, ഇന്നലെ എനിക്ക് കോഫി തന്നത് ആര് പറഞ്ഞിട്ടാ? അത് ഈ കോഫി കൊണ്ടുപോയി മാഡത്തിന് കൊടുക്കും. ശരി സാർ, ഞാൻ പറഞ്ഞിട്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്ന് ശ്രീനന്ദൻ പറയണ്ട. ഓക്കെ സാർ. അത് ദേ ആ മാഡം പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടോ? ചേട്ടാ കള്ളം പറയരുത്. ഓർത്തു നോക്കൂ മാഡം. ചേട്ടാ പോവല്ലേ, പറഞ്ഞിട്ട് പോ. സോറി മാഡം, എനിക്കിപ്പോ പോണം. ആദി സാർ തിരക്കും എന്നെ. എടി ശരിക്കും ഞാനല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ആദി സാറ് തന്നെ ആകുമെന്നാ. അയാൾ ആദി സാറിന്റെ ആളാ. അപ്പൊ ഉറപ്പിച്ചോ ആദി സാറ് തന്നെയാ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്നെ വഴക്ക് പറഞ്ഞു വിട്ടതാ. അതോ നീ ഓവർ ടൈം ജോലി ചെയ്യുന്നതുകൊണ്ട് വിഷമം തോന്നിയിട്ടാണെങ്കിലോ? ഒട്ടത്തരം പറയാതെ എന്തോ. ശരി, മിണ്ടുന്നില്ല ഞാൻ. അല്ല, റാം സാറ് വന്നില്ലേ ഇന്ന്? ഇല്ലെന്ന് തോന്നുന്നു, കണ്ടില്ല ഞാൻ. അത് നന്നായി, നിനക്ക് സമാധാനമായിട്ട് ഇരിക്കാലോ. അതും ശരിയാ. ഹലോ, ഇതാരാ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസോ? പോലീസ് അല്ല, പോലീസ്. എന്തായിരുന്നു സാർ? നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. കംപ്ലൈന്റോ? ഈ പാവം പിടിച്ച് എന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്ത ദ്രോഹി ആരാ സാർ? നിങ്ങൾ ഒരു ദിവസം ട്രാഫിക് റൂൾ തെറ്റിച്ച് സൂര്യദേവ് എന്ന് പറയുന്ന ആളുടെ കാറിൽ ചെന്നിടിപ്പിച്ച് നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ കാർ എടുത്തുകൊണ്ട് പോയി എന്നതാണ് പരാതി. ഞാൻ കാർ എടുപ്പിച്ചത് എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല സാർ. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ ഓർമ്മ വരുത്തി തരാം. CCTV വിഷ്വൽസ് ഉണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ട്. അത് സൂര്യ സാറിന്റെ കാറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സാറാണോ പരാതി തന്നത്? അതെ, സൂര്യദേവാണ് പരാതിക്കാരൻ. ഇങ്ങനെയൊക്കെ പരാതിപ്പെടാതെ എന്നോട് വന്ന് പറഞ്ഞ പോരായിരുന്നു. സാർ, ഞാൻ പരാതി പിൻവലിച്ചു. നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണ്. മേഡം അല്ല പരാതി പിൻവലിക്കേണ്ടത്, സൂര്യദേവാണ്. എന്നാ ഞാൻ പരാതി പിൻവലിക്കാൻ പറയാം. കട്ടാക്കിയോ?
പട്ടി, മരപ്പട്ടി. ആരാ മരപ്പട്ടി? എവിടെയോ എന്റെ പേരൊരു പോലീസ് കേസ്. അത് നീ നേരിൽ പോയി പറയൂ. സാറ് പിൻവലിക്കുമായിരിക്കും കേസ്. എന്നിട്ട് എന്റെ പേരൊരു കേസ് കൊടുത്തല്ലോ മരപ്പട്ടി. അയ്യോ, പോലീസ് കേസൊക്കെ ഉള്ള എന്നെ ആരെയും കല്യാണം കഴിക്കുമോ? എന്റെ ഫ്യൂച്ചർ അല്ലേ ആ മരപ്പട്ടി കളഞ്ഞ്. നന്ദു, നിന്റെ നാക്ക് കരുനാക്കാണോടി? പണിയൊക്കെ ഓട്ട വിളിച്ച് വരാൻ തുടങ്ങിയോണ്ട് ചോദിച്ചതാ. സാർ, സാറ് നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞു തീർത്താ പോരെ. എന്തിനാ വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിലേക്ക് ഇടപെടുത്തുന്നത്? പോലീസിനൊക്കെ വേറെ ഇഷ്ടം പോലെ പണിയുള്ളതല്ലേ. അവരെന്തിനാ സാർ വേറെ ബുദ്ധിമുട്ടിക്കുന്നേ? സാറാ കേസ് അങ്ങ് പിൻവലിച്ചേക്ക്. നീ അന്നൊരു സോറി പോലും പറയാതെ പോയതല്ലേ? സോറി സോറി ഞാൻ പറഞ്ഞതാണ്, കള്ളം പറയരുത്. സാറ് കേൾക്കാഞ്ഞിട്ടാ. എന്റെ പുതിയ കാറിലാണ് നീ കൊണ്ടുവന്ന് തട്ടിയത്. ഒരു തട്ടലല്ലേ? ഒരു തട്ടനോ? പെയിന്റും പോയി ചളങ്ങുകയും ചെയ്തു. അത്രേ ഉള്ളോ? അത്രേ ഉള്ളോ എന്നോ? സോറി സാർ, സാറിന് ഇഷ്ടമല്ലേ? ഞാനിതിപ്പോ എന്ത് ചെയ്താലും കുറ്റമാണല്ലോ. എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കുക. സാറിന് നല്ല ക്യാഷ് ഉള്ളതല്ലേ. സാർ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. സാർ ഇങ്ങനെ പോലീസിൽ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് അതിന്റെ പുറകെ ഒന്നും നടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പോരാത്തിന് എനിക്ക് കെട്ടുപ്രായമൊക്കെ ആയതാ. ഇങ്ങനെ പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ എല്ലാം ഉണ്ടാകും. എന്നെ കല്യാണം കഴിക്കാൻ പോലും ആരും തയ്യാറാവില്ല. ഞങ്ങൾ ക്യാഷ് ഉള്ളവർക്കൊന്നും ഇതൊന്നും അറിയണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചോളാം. ഞാൻ കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇന്നലെ ഞാൻ തന്നെയാണ് നിന്നെ വിളിച്ചത്. ഞാനതെല്ലാം ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആകുമല്ലോ എന്നോർത്ത് ചെയ്തതാ. ഓഹോ, ഞങ്ങൾ ചേട്ടനും അനിയത്തിക്കും ഞങ്ങൾ വെറും എന്റർടൈൻമെന്റ് ആണല്ലോ. രണ്ടുപേരും കൊള്ളാം, രണ്ടല്ല മൂന്ന്. ആ കുടുംബത്തിൽ ആദ്യ സാർ മാത്രമല്ലേ നോർമൽ ആയിട്ടുള്ളൂ. ശ്രീ എന്തിനാ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്? ഹേയ്, ഹലോ. ഹായ്. കുറവുണ്ടോ ഇപ്പോൾ? ആ, കുറഞ്ഞു. ഇവിടെ എന്തിനാ വന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവളെ ഒന്ന് കാണാൻ വന്നതാ. ഓക്കെ, എങ്കിൽ ശരി, പിന്നെ കാണാം. വാട്ട്സ് യുവർ നെയിം? ബാല. Nice name. Good to see you, Bala. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് അമ്മയ്ക്ക് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടത്രേ. സംസാരിക്കാൻ കഴിയുമോ അതിന്? നിന്റെ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വരില്ല എന്ന്. അടുത്തുണ്ടായിരുന്നപ്പോൾ എന്നോട് ഒരു തരി സ്നേഹം കാണിക്കാത്ത ആൾക്കാരെ ഇപ്പോൾ തിരക്കി വരുന്നത്. പിന്നെ ശ്രീ, നീ ഇനി എന്നെ കാണാൻ വരണ്ട, എന്നെ വിളിക്കാനും ശ്രമിക്കണ്ട. നന്ദ പ്ലീസ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ശ്രീ, ഇവിടെ നിന്ന് പോകാൻ. മാഡം വാ, പോകാം നമുക്ക്. നിനക്ക് പറ്റുവാണ് ഒന്ന് വന്ന് കാണുന്നുണ്ടാ?
ഇവര് ഫ്രണ്ട്സ് ആണ്. ഈ പെണ്ണിത് ഏത് ബീച്ചിലാ പോയേക്കുന്നത്? ആദ്യ ഒന്ന് ചിന്തിച്ച് നോക്ക്. നന്ദിനി ഏത് ബീച്ചിൽ പോകാനാ ചാൻസ്? ആ യെസ്, സാർ, സാറെന്താ ഇവിടെ? ആ കടല്, തണുത്ത കാറ്റ്. ആ, കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണോ? ഹാ യെസ്. ഇരിക്കുന്നുണ്ടോ? ഹാ ഇരിക്കോ. ഇയാളെന്തിനാ എപ്പോഴും ബീച്ചിലേക്ക് വരുന്നത്? അതെന്താ? അല്ല, വെള്ളം കണ്ടാൽ ചിലപ്പോൾ എടുത്ത് ചാടാൻ തോന്നിയാലോ. ഇവിടെ കാണോ വന്നേ? കൂടെ ആദി സാറല്ലേ? ഹായ് സാർ. ഹായ്. അപ്പോൾ ശരി, പിന്നെ കാണാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുമായിരുന്നു? എന്താടി ഞാൻ അറിയാതെ ഒരു ചുറ്റിക്കളിയൊക്കെ? എൻ്റെ പൊന്നിന്ദു, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കണ്ടതാ സാറിനെ. അത് നിനക്ക്. സാറിന് അത് അൺഎക്സ്പെക്റ്റഡ് മീറ്റിംഗ് അല്ലെങ്കിലും മണ്ടത്തരം പറയാതെ മണ്ടൂസേ. അല്ല കുഞ്ഞേ, ഇന്നിപ്പം എന്ത് വിഷമമുണ്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്നേ? ഇന്ന് ശ്രീ ഓഫീസിൽ വന്നു. ഞാൻ ദേഷ്യത്തോടെ അവളോട് സംസാരിച്ചത്. നന്ദു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീ ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ മതി. എന്തു ആരുടെയും മുന്നിൽ നിന്ന് കരയില്ല. എൻ്റെ പ്രശ്നങ്ങൾ എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിനക്ക് ആരുമല്ലേ? നീ എന്നെ സ്വന്തമായിട്ട് കണ്ടിട്ടില്ല. അത് കൊള്ളാം. എൻ്റെ മുന്നിൽ ഇരുന്നതിന് ഞാൻ കരയണോ? എൻ്റെ ഇന്ത് കുഞ്ഞേ, ഞാൻ കരഞ്ഞാൽ നിനക്ക് സഹിക്കുമോ? അതില്ല. പക്ഷെ നിനക്കാരെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധ്യം വരില്ലേ? അയാളുടെ മുന്നിൽ നിന്ന് നീ കരയും എന്നെ പോലെ. എന്താ നീ എന്തിനാ കരയുന്നേ? എനിക്ക് ആ സൂര്യ സാറിനെ ഇഷ്ടമല്ല. നിന്നോടാരോ അതിനെ ഇഷ്ടപ്പെടാൻ പറഞ്ഞ്? ഞാൻ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇന്നലെ എന്നെ വിളിച്ച് പറ്റിച്ചത് അയാളാ. ആ കുടുംബത്തിൽ ആരെയും വിശ്വസിക്കരുത്. എല്ലാം ദുഷ്ടന്മാരാ. അയാളും അയാളുടെ പെങ്ങളും റാമും എല്ലാം ദുഷ്ടന്മാരാ. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം അവർ ജീവിക്കുന്നത്. സൂര്യ സാർ അങ്ങനെ അല്ലല്ലോ. വേണ്ടരുത്, അയാൾ ശരിയല്ല. ആ ശരി, അയാൾ ശരിയല്ല. നമുക്ക് പോകണ്ടേ? പോണം, വിശക്കുന്നുണ്ട്. വാ, എന്നാ വാ.
ഏട്ടൻ അവിടെ പോയതാ? കുറച്ച് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. എന്നെ വിളിച്ചില്ലല്ലോ എന്നിട്ട്. നിനക്ക് കാറ്റ് കൊള്ളണമെങ്കിൽ റൂമിൽ പോയി ഫാനിട്ട് കിടക്കും. ഓ പോടാ പറ്റി ഡീ പോടാ. ഇവിടെ ഞാൻ ഡീ കുഞ്ഞി, നിന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ബാലനെ നിനക്കറിയോ? ബാലയോ? ആ എനിക്കറിഞ്ഞൂടാ, ചിലപ്പോ കണ്ടിട്ടൊക്കെ ഉണ്ടാകും. ഒരു ശ്രീബാലയുണ്ട്. പോയാ? എന്നാ പോ.